നമ്മളിപ്പോ സ്വിറ്റ്സർലാൻഡിലാണ് നമ്മളുള്ളത് അല്ലേ? നമ്മളിപ്പോ എങ്ങോട്ടാണ് പോകുന്നത്? സ്വിറ്റ്സർലാൻഡിലുള്ള ലിൻഡിറ്റ്, ലോകത്തിലെ ഏറ്റവും വലിയ ലിൻഡിറ്റ് ഫാക്ടറി ആയിട്ടുള്ള ചോക്ലേറ്റിന്റെ എത്ര വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ സ്ഥലം അല്ലേ? സ്വിസ് ഫ്രാങ്ക് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നാട്ടിലെ ഒരു സ്വിസ് ഫ്രാങ്കിന് വരുന്നത് 90 രൂപയാണ് ഒരു സ്വിസ് ഫ്രാങ്കിന് വരുന്നത്. ഇവിടെ ആപ്പിൾ വെച്ചിട്ടുണ്ട്, ഓറഞ്ച് വെച്ചിട്ടുണ്ട്, ഒരുപാട് തരം ജാമുകൾ വെച്ചിട്ടുണ്ട്, ജ്യൂസ് ഉണ്ട്. توافقها الأماني في صلاتي تزينت السعادة في حياتي. നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റിയൊരു ഫുഡ്, വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല. ബ്രേക്ക്ഫാസ്റ്റോട് കൂടി നമ്മൾ യാത്ര തുടരാണ്. ഇവിടെയുള്ള ഭക്ഷണങ്ങളൊക്കെ അടിപൊളി ഫുഡാണ്, പക്ഷെ പോർക്കൊക്കെയാണുള്ളത്. അതുകൊണ്ട് ബ്രെഡ്, അതുപോലെ തന്നെ ഒരു പൈനാപ്പിൾ, കുറച്ച് ഡൈറ്റ് ഡേറ്റ്സ്, പിന്നെ ഒരു ഓംലേറ്റിൻ്റെ ഒരു ഐറ്റംസ് മാത്രമേ ومدها خفاء بالهبات إلهي بالسعادة. നമ്മളിപ്പോൾ സ്വിറ്റ്സർലാൻഡിന്റെ മഞ്ഞ് വിരിച്ച തായ്വാരത്തിലൂടെയുള്ള യാത്രയാണ്. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ യൂറോപ്യൻ ട്രിപ്പിലെ 4ാമത്തെ ദിവസം നമ്മൾ പ്രദീപായിനോട് ചില്ലായിട്ടുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, സ്വിറ്റ്സർലാൻഡിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു അടിപൊളി ലഞ്ചിന് വേണ്ടി ഞങ്ങൾ പ്രദീപായി കൊണ്ടുപോകണം. പ്രദീപായി, ഇപ്പൊ നമ്മൾ എവിടെ ഉള്ളേ? കാപ്രോൺ, ഓസ്ട്രേലിയയുടെ വളരെ പ്രശസ്തമായ കാപ്രോൺ വിൽ. മാനിന്റെ കൊമ്പാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പലപ്പോഴും വീടുകൾക്ക് മുമ്പിലൊക്കെ മാൻ കൊമ്പുകൾ അവരൊരു ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ട് കണക്കാക്കുന്നു. ചിച്ചിലിംഗ്, ഓക്കെ, യു ഫ്രോം ഇറാൻ? ഹിന്ദി ചലേഗാ? മാഷാല്ലാ, കേരള. നമ്മൾ നേരെ ഒരു മൗണ്ടൻ ട്രെയിൻ കയറി നേരെ ഏറ്റവും യൂറോപ്പിലെ ഉയരം കൂടിയ മലകളെല്ലാം സ്വിസ്സിലെ ഒരു ഗ്രാമീണ പ്രദേശങ്ങളിലൂടെ കടന്ന് ചെറിയൊരു ടൗൺഷിപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഈ ആൽഫ് പർവ്വത നിരകളെ പോലെ തന്നെ ഇവിടുത്തെ വീടുകൾക്കും ഒരു ഏകീകൃത സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ വീടുകൾക്കും മേലും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ചിമ്മിനി വിളക്കുകളെ പോലെ അവരുടെ വീടിനെ എല്ലാ സമയവും അവിടുത്തെ ചൂടിനെ എപ്പോഴും നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു ചെറിയ രീതിയിലുള്ള ചിമ്മിനി വിളക്കിൽ പുക പോകുന്നത് നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ട്രെയിൻ വന്നു കഴിഞ്ഞു. ലാൻഡർ കിങ്ഡം എന്ന് പറയുന്ന മൗണ്ടൈൻ്റെ മുകളിലേക്ക് പോകുന്ന ട്രെയിനാണ് യൂറോപ്പിലെ ഏറ്റവും ഉയരം